back to my channel. Today we are going to discuss with the fourth chapter, that is called planning. Planning is the most important, the most foremost functions of management. So planning എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. Now I am standing before you for taking the classes with regards to business studies. രാവിലെ ഉറക്കം എണീറ്റിട്ട് ക്യാമറ ഓണാക്കി ഞാൻ ക്ലാസ് എടുക്കുകയില്ല. ക്ലാസ് എടുക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ എന്റേതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ഞാൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം വീട്ടിൽ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ആഹാരം പാകം ചെയ്ത് തരും. വെള്ളം അടുപ്പിൽ വെച്ചിട്ടല്ല അരി വാങ്ങാൻ പോകുന്നത്. ഒരാഴ്ചത്തേക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ നേരത്തെ കൂട്ടി സംഭരിച്ച് വെച്ചതിന് ശേഷമാണ് നമുക്ക് വേണ്ടി അമ്മ ആഹാരം പാകം ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അച്ഛന്റെ കാര്യം എടുക്കാം. ഒരു മാസത്തെ വരവ് ചെലവ് കണക്ക് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഏതൊരു സംഭവത്തിലും പ്ലാനിംഗ് എന്ന് പറയപ്പെടുന്ന എലമെന്റ് ഉണ്ട്. സോ ഈ എക്സാമ്പിൾസിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് പ്ലാനിങ്ങിന്റെ മീനിങ്. The planning refers to deciding in advance what is to be done, how it is to be done, when it is to be done and who is to be done. ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, ആര് ചെയ്യണം, അല്ലെ, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഭാവിയിൽ നേടിയെടുക്കേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങളും നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ദിശാബോധം പ്ലാനിങ്ങിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര നേരം പ്ലാനിങ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, the planning provides direction. പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ്ങിലൂടെ ഭാവിയിലെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പ്രൊവിഷൻസ് പ്ലാനിംഗ് നമുക്ക് തരുന്നു. അപ്പൊ പ്ലാനിംഗ് എന്ന് പറയപ്പെടുന്നത് ഒരു ദിശാബോധം, സ്ഥാപനത്തിന് ഒരു ദിശാബോധം, റിസൾട്ട് നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ദിശാബോധം നൽകുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറയപ്പെടുന്നത്. The second point is it reduces uncertainty. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാനിംഗ് റിലേറ്റ്സ് ടു ഫ്യൂച്ചർ. ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയപ്പെടുന്നത്. Here, the future is unpredictable. ഭാവിയെ നമുക്ക് ഒരിക്കലും എക്സാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രവചിക്കാൻ സാധിക്കത്തില്ല. സോ സംതിങ് മേ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, അല്ലെ, എന്ത് വേണം, എനിത്തിങ് മേ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. അത്തരത്തിൽ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നാം നേരത്തെ കൂട്ടി മനസ്സിലാക്കുന്നത് കൊണ്ട് ഭാവിയിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റീസിനെ കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയപ്പെടുന്നത്. സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദ പ്ലാനിംഗ് റെഡ്യൂസസ് അൺസർട്ടനിറ്റീസ്. സോ ദ തേർഡ് പോയിന്റ് ഈസ് പ്ലാനിംഗ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. പ്ലാനിംഗ് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറയ്ക്കുന്നു. എങ്ങനെയാണ് പ്ലാനിംഗ് ഓവർലാപ്പിംഗ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഇറ്റ്സ് വെരി ക്ലിയർ. ഓരോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട ജോലികൾ അല്ലെ വളരെ ക്ലിയർ കട്ടായിട്ട് അസൈൻ ചെയ്തു കൊടുക്കും. സോ ദർ ഈസ് നോ കൺഫ്യൂഷൻ. അല്ലെ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും.
സോ അപ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനോ ഒരു കൺഫ്യൂഷനോ ഉണ്ടാകാൻ സാധ്യതയില്ല. ഫോർ എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ അല്ലെ, നമ്മുടെ എല്ലാം സ്കൂളുകളിൽ നാം ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നാം അറിയാതെ തന്നെ ഒരു പ്രോസസ്സ് നടക്കുകയാണ്, പ്ലാനിങ് എന്ന് പറയപ്പെടുന്ന പ്രോസസ്സ് നടക്കുകയാണ്. ഇനി പ്ലാനിങ്ങിന്റെ അഭാവത്തിൽ നാം ഒരു അത്തപ്പൂക്കളം ഇടാൻ ശ്രമിക്കുകയാണ്, എന്ത് സംഭവിക്കും അല്ലെ? ഇപ്പം പൂക്കളുടെ കാര്യം തന്നെ എടുക്കാം അല്ലെ, നമ്മൾ പ്ലാൻ ചെയ്യാതെ പൂക്കൾ എല്ലാവരും കൊണ്ടുവരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അല്ലെ, എല്ലാവരും ചിലപ്പോൾ ഒരേ തരത്തിലുള്ള പൂക്കളായിരിക്കാം കൊണ്ടുവരുന്നത്. സോ അത്തരത്തിലുള്ള പൂക്കൾ കിട്ടുമ്പോൾ അവിടെ ഓവർലാപ്പിംഗ് വരും അല്ലെ, നമുക്കത് ഒരു ഉപയോഗശൂന്യമായിട്ട് തോന്നേ. സോ അതേസമയം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് അല്ലെ, ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ, നീ ഇന്ന പൂ കൊണ്ടുവരിക, അല്ലെങ്കിൽ നീ ഈ പൂ കൊണ്ടുവരിക, അല്ലെങ്കിൽ നീ ജമന്തി കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഓവർലാപ്പിംഗ് വരത്തില്ല. സോ ഇത്തരത്തിൽ ഓവർലാപ്പിംഗ് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യം വരുന്നു. സോ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. 4, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ. അല്ലെ, പ്ലാനിങ് എന്ന് പറയപ്പെടുന്നത് ഭാവിയെ ഡിസൈഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ഇപ്പൊ ഭാവിയെ ഇന്ന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സർഗാത്മകമായിട്ടുള്ള ചിന്താശക്തി ഉയരേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സർഗാത്മക ചിന്താശക്തി ഉയരുന്നതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അവിടെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ, നൂതനമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. ഇത് പ്ലാനിങ്ങിലൂടെയാണ് സാധ്യമാകുന്നത്. സോ പ്ലാനിങ് ക്രിയേറ്റ്സ് ഇന്നോവേഷൻ. 5, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. അല്ലെ, ഭാവി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഭാവിയെ നമ്മൾ ഇന്നേ കൂട്ടി തീരുമാനിക്കണമെങ്കിൽ അല്ലെ, ഭാവിയിൽ നടക്കുന്ന കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതിന്റെ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ബെസ്റ്റ് ചോയ്സ് തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്നതിലൂടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് 5ാമത്തെ ഇമ്പോർട്ടൻസ് പറയപ്പെടുന്നത്. 6, സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിംഗ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി പ്ലാനിങ്ങിലൂടെ ഭാവിയിൽ ഉണ്ടാകുന്ന എൻഡ് റിസൾട്ട് എന്താണ്, അതിനാവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും അല്ലെ, അതുപോലെ തന്നെ അതിന്റെ നിലവാരവും നമ്മൾ സെറ്റ് ചെയ്യും. സോ അത്തരത്തിൽ നിലവാരങ്ങൾ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത്തരം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് 6ാമത്തെ ഇമ്പോർട്ടൻസ് പറയപ്പെടുന്നത്. സോ 6 ഇമ്പോർട്ടൻസ് ആണ് പ്ലാനിങ്ങിന്റെ മാഹാത്മ്യം വർദ്ധിപ്പിക്കുന്നത്. അത് 1, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. 2, പ്ലാനിങ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. 3, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. 4, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ. 5, ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. 6, സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിംഗ്. ഇനി നമുക്ക് പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ദ പ്ലാനിംഗ് ഫോക്കസസ് ഓൺ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി പ്ലാനിങ്ങിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് 1ാമത്തെ സ്വഭാവ സവിശേഷത പറയുന്നത്. 2, പ്ലാനിംഗ് ഈസ് എ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. നമുക്കറിയാം ദ മാനേജീരിയൽ ഫങ്ഷൻസ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്. ഈ 5 ഫങ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമായിട്ടുള്ള ഫങ്ഷനാണ് പ്ലാനിംഗ് എന്ന് പറയപ്പെടുന്നത്. So without having the proper planning, the firm or business cannot achieve anything എന്നുള്ളതാണ് സത്യം. 3,
പ്ലാനിംഗ് ഈസ് എ പെർവേസീവ് ഫംഗ്ഷൻ. ഏതൊരു തലത്തിലുള്ള മാനേജ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ തലത്തിലുള്ള മാനേജ്മെന്റിനും പ്ലാനിംഗ് അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഓവറോൾ പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു പ്ലാൻസ് നടത്തുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റൽ തലത്തിലുള്ള പ്ലാൻസ് കഴിഞ്ഞ് അത് നിർവഹണ തലത്തിലെത്തുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു പ്ലാൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ടോപ്പ് ലെവൽ ആയിക്കൊള്ളട്ടെ, മിഡിൽ ലെവൽ ആയിക്കൊള്ളട്ടെ, ലോവർ ലെവൽ ആയിക്കൊള്ളട്ടെ, ഏതൊരു തലത്തിലുള്ള മാനേജ്മെന്റും പ്ലാനിംഗ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്ലാനിങ്ങിന്റെ മൂന്നാമത്തെ സ്വഭാവ സവിശേഷത പറയപ്പെടുന്നത്. 4, പ്ലാനിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു പ്രത്യേക കാര്യം പ്ലാൻ ചെയ്തു, ആ കാര്യം നിറവേറ്റി കഴിഞ്ഞാൽ പ്ലാനിംഗ് ഇല്ല എന്നുള്ളതല്ല, അല്ലെ? അടുത്ത ദിവസം മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നാം വീണ്ടും പ്ലാൻ സെറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നാലാമത്തെ പോയിന്റ് പറയപ്പെടുന്നത് പ്ലാനിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു പ്രത്യേക കാര്യം അച്ചീവ് ചെയ്യുന്നത് കൊണ്ട് മാത്രം പ്ലാനിംഗ് തീരുന്നില്ല. 5, പ്ലാനിംഗ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ആക്ടിവിറ്റീസ്. നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഇന്നലത്തേക്ക് വേണ്ടിയിട്ടല്ല പ്ലാൻ ചെയ്യുന്നത്, അല്ലെ? നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അത് ഇന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് എന്ന് പറയപ്പെടുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആക്ടിവിറ്റീസ് ആണ്. 6, പ്ലാനിംഗ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിന്റെ 6ാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയപ്പെടുന്നത് പ്ലാനിംഗ് ഈസ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. 7, പ്ലാനിംഗ് ഈസ് എ മെന്റൽ എക്സസൈസ്. പ്ലാനിംഗ് എന്ന് പറയപ്പെടുന്നത് ഒരു മെന്റൽ എക്സസൈസ് ആണ്, അല്ലെ? തിങ്ക് ബിഫോർ ഡൂയിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് അതിനെക്കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആലോചിക്കുന്നു എന്നുള്ളതാണ് പ്ലാനിങ്ങിനെ തിങ്കിങ് പ്രോസസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെന്റൽ പ്രോസസ് ആയിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ 7 പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളാണ് പ്ലാനിങ്ങിനുള്ളത്. 1, പ്ലാനിംഗ് ഫോക്കസ് ഓൺ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്. 2, പ്ലാനിംഗ് ഈസ് എ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. 3, പ്ലാനിംഗ് ഈസ് പെർവേസീവ്. 4, പ്ലാനിംഗ് ഈസ് കണ്ടിന്യൂസ്. 5, പ്ലാനിംഗ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. 6, പ്ലാനിംഗ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. 7, പ്ലാനിംഗ് ഈസ് എ മെന്റൽ എക്സസൈസ്. ഇത്ര നേരം പ്ലാനിംഗ് എന്താണെന്നും പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും, അല്ലെ, പ്ലാനിങ്ങിന്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.